എത്ര നേരമായി എന്നോട് ഞാൻ പറഞ്ഞു ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ. എടീ, ആലയിൽ ഇരുമ്പ് ചുട്ട് കെടുത്തി കിടക്കുക. നീ കെടുത്തിയില്ലെങ്കില് നീ തുള്ളിച്ചാടി നടക്കുമ്പോ നിന്റെ കാര്യം തന്നെ കൊള്ളുക. എടീ, കൊല്ലന്റെ കുടിയിൽ കൊല്ലനെ സഹായിക്കുന്നത് കൊല്ലന്റെ പെണ്ണിന്റെ ഉടമയാ. ഓ, ഇവള് വലിയ പോലത്തെ തട്ടാത്തിയല്ലേ. തട്ടാൻ കണ്ടി വാസത്തട്ടാന്റെ മകൾ കാഞ്ചന, കാന്താരി കാഞ്ചന. കൊല്ലനെ പ്രേമിച്ച് കുടുങ്ങിയില്ലേ മോളെ. കുറച്ച് വെള്ളം ഒഴിക്കി. അതെന്താ? റാണികളെ നമസ്കാരം. എന്റെ പേര് മണികണ്ഠൻ. ഞാൻ ഈ നാട്ടില് പലിശക്ക് പൈസ കൊടുക്കുന്ന പാവമേട്ട്. എന്റെ വീട് അവിടെയാണ്. പക്ഷെ നാടകം കൊടുക്കണം അവിടെയല്ല, ഇവിടെയാണ്. നാടകം തുടങ്ങിയിട്ട് കുറെ കാലമായി. നോക്കു ചിന്നോട്ടി, ഞാൻ പുറത്തില് വെള്ളം നടത്തോ? എന്നാ ഞാൻ പുറത്തില് വെള്ളം മുഴുവനും പിടിച്ചോ. ഞാൻ പോടെ, നീ വേഗം വേഗം നേരമായല്ലോ നീ തുടങ്ങിട്ട്. പിന്നെ നോയി കുറെ നേരമായില്ലേ. ഒതുങ്ങി ജീവിച്ചോണ്ടാ. വെളുത്തുള്ളിന്റെ വെള്ളയും ചേർന്ന നേരം ഇപ്പോഴത്തെ ഓരോ പുതിയ പുതിയ പൊന്ന് എന്റെ പൊന്ന് ഐശുമ്മ. ആരാണ് ഈ പറയുന്നത്? നിങ്ങളോട് എന്റെ പറച്ചിലെന്തോ നമ്മളെ ചെവിക്കല്ല് പൊട്ടി. നാടനാ അല്ല കാടന നാത്തോനെ. നിനക്കത്തിരി കടുക് മരിച്ചിട്ടുണ്ടായിരുന്നോ? ഇച്ചേ കഴിഞ്ഞ പിന്നെ വായക്ക് രുചിയുള്ള ഒന്നും മനസ്സമാൻ തുടങ്ങിയാ തിന്നിട്ടില്ല. ഓട്ടല്ലേ ഓട്ടം.
പറയാൻ പറ്റുമോ? നിന്റെ കെട്ടുവാനും പിന്നെ പണിസ്ഥലം അടയ്ക്കലും നടക്കലൊന്നും ഇല്ലല്ലോ. കാഞ്ചനെ, നാളെ രാവിലത്തെ ബസ്സിലേക്ക് വന്നേക്കണം. എനിക്ക് നിങ്ങളൊക്കെ എല്ലാം ഉള്ളൂ. ഐഷുമ്മ, ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾക്കൊരു കോമൺ സെൻസ് ഇല്ലല്ലോ ഐഷുമ്മ. അല്ല, എന്റെ നാത്തൂനെന്താ പട്ടാണോ? 48 കൊല്ലം മുമ്പ് നമ്മളെ വാപ്പയും നമുക്ക് കൈ നിറയെ പൊന്നെന്നാ നമ്മളെ പറഞ്ഞയച്ചത്. അല്ല, നിസ്കരിക്കാൻ സമയമായി. അല്ലേ എന്റെ നാത്തൂന് അവൾ ഓതി കൊടുത്തേനെ. നാളെ പുലർച്ചെ 5:30 ബസ്സിൽ പോവേണ്ടതാണ്. കുളിയും ദേവാലയം കഴിഞ്ഞ് കെട്ടി ബസ് അങ്ങോട്ട് പോകും. വേഗം വിളക്കം വെച്ച് ഉള്ളതും കഴിച്ച് കിടക്കാൻ നോക്കി. പോയി ഈ നാമം ജപിച്ച് കിടന്നോ നീ? വരുന്നില്ലാണോ? എന്റെ കഴുത്തിലും കാതിലും ഒന്നുമില്ലാണ്ട് എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങളെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി. ഞാനേ ചത്തുപോയെന്ന് പറ. എന്ത് പറയാ? ചെവി കേട്ടുള്ള മനുഷ്യ. എടി കാന്താരി കാഞ്ചനെ, നീ പറയുമ്പോ പച്ച, നീ പറയുമ്പോ മഞ്ഞ, നീ പറയുമ്പോ ചുവപ്പ്. പച്ച മഞ്ഞ ചുവപ്പ് നീല പറയുമ്പോ വാങ്ങി തരുന്ന എന്നാണ് പറയാ. ഇത് നിനക്ക് ഈ കല്യാണത്തിന് കെട്ടി ഒരുങ്ങി വരാൻ ഞാൻ വാങ്ങി വെച്ചിരുന്ന സാരി ഇല്ലാത്ത പൈസ. ഇതെന്തിനാ പെട്ടി കിടക്കുന്നേ? ഇത് കെട്ടി കിടന്നാ പോലെ. ഓക്ക് പൊന്നിന്റെ ഭ്രാന്താ. ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് തീർക്കാനാ. പിന്നെ നിങ്ങൾ ഇത് പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നോ? കാഞ്ചന കാഞ്ചി അണിഞ്ഞൊരു കാമിനി, കാലക്കേടിൻ കനകരത, കുണ്ഠിത കാമിനി മോഹം പിഴിഞ്ഞിടുക. കാഞ്ചനെ, കാഞ്ചനെ, നിനക്കറിയാമല്ലോ നിന്റെ ഭർത്താവിന് സ്വർണ്ണമാല വാങ്ങിച്ചേരാൻ നിവർത്തിയില്ലെന്ന്. ഇനി നിനക്ക് മാല കിട്ടിയേ മതിയാവൂ എന്നെങ്കിൽ ഞാൻ വല്ല ഇരുമ്പിലെ മാല പണിതീരാം. മൈമൂനാന്റെ പണ്ട ഓളുടെ നീലക്കല്ലിലുള്ള നെക്ലേസ് 1-2 പവനല്ല, 15 പവൻ. കാഞ്ചനെ, അന്നെ നമുക്ക് വിശ്വാസം. ഈ വിശ്വാസം നെഞ്ചത്ത് കൈവച്ച് കാത്തോണം. സന്തോഷമായി പോയിട്ട് വാ.
ഗൾഫിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ കൈവിൽ ഏൽപ്പിച്ച പണ്ട ഇന്ന് മോന്തിക്ക് നമ്മൾ ഇവിടെ ഇരിക്കും. എന്താ? എങ്ങോട്ട്? കല്യാണത്തിന്. മുഹൂർത്തം കഴിഞ്ഞിട്ട് തിന്നാനോ? അതല്ല രമേശേട്ടാ. 5:30ക്കുള്ള ബസ് വാരാപ്പുഴ കഴിഞ്ഞു. നിനക്കിനി കുതിര വണ്ടി കിട്ടും. നോക്കിയേ, എന്താ? മണികണ്ഠൻ ചേട്ടന്റെ സ്കൂട്ടറിന്റെ താക്കോൽ. നമുക്ക് ഇങ്ങോട്ട് മാറിയിരിക്കാം. രമേശിന് വല്ല ലോട്ടറി അടിച്ചോ? കൊല്ലമാർക്കൊക്കെ ഇപ്പൊ നല്ല പണിയായിരിക്കും. നീ എന്ത് കണ്ടിട്ടാ പറയണേ? നമ്മുടെ കല്ലിന്റെ അടുത്തുള്ള രാധാകൃഷ്ണനില്ലേ, ഓനെന്ത് പണി? ഓനെന്താ പണി? ഓനല്ല കൊല്ലനല്ലേ? കുന്തം ഒരു പണി ഇല്ലാണ്ട് ആരെ ലേച്ചായിട്ട് ചുമ്മാ കുത്തിയിരിക്കുക. ഞാൻ പൂർത്തിയാക്കാൻ കൊടുത്ത കത്തിയ കഴിഞ്ഞ ആഴ്ച ഓൻ ആകെ കിട്ടിയിട്ടുള്ള പണി. മീനാശി എടുത്ത് പറഞ്ഞ 25 കൂടുതൽ പവനുണ്ടാവുന്നോ? ഇത് കോൺസെൻട്രേറ്റില് പോഞ്ഞോ? നിങ്ങൾ ഇവിടെ ഇരിക്കും. മീനാശി എടുത്തേക്ക് വലിയ കഥയൊന്നുമില്ല കേട്ടോ. കട്ടാൻ ഭർത്താവെന്നവരുടെ എന്താ കാര്യം? പൊന്നിന്റെ തൂക്കം കണ്ണിനല്ലാത്തുന്ന. ശശികലെ, നീ ഒരു കാര്യം ചെയ്യും. സ്വർണ്ണലത നമ്മുടെ തെക്കേ മുറിയിൽ കിടക്കുന്നു. ഓള് പായസം മോന്നി കിടക്കാം. മുപ്പത്തിയോടെ പോയി ചോദിക്കും. നേരാടോ? ആ കാര്യത്തിൽ ഓൾക്ക് വല്ലാത്തൊരു കണ്ണാ. ഓളുടെ അമ്മായിയുടെ മോളല്ലേ? ഏത് അത് ഭൂത, അത് നമ്മുടെ ശശിയുടെ കെട്ടോളാടോ. ശശിയുടെ കെട്ടിയോള്. ഇവക്കാരോ സ്വർണ്ണലതയുടെ പേരിട്ടത്? തുണി ചുറ്റിയ പോലെ. ഒരു ട്രിപ്പ് കഴിഞ്ഞതാണോ? അതൊന്നും സാരില്ലടോ. സത്യം പറ, പെണ്ണിന്റെ പൊന്നിന് കാശുണ്ടോടി? പെണ്ണിന്റെ പൊന്നോ, ചെക്കന് കുറച്ച് കാഴ്ചക്കുറവുണ്ടെന്നേ ഉള്ളൂ. ഹലോ, എന്താ? ഓള് വരണ്ടെന്നോ? ആണോ? ശരി എന്നാ. ആരാ? ഓള് വരണ്ടെന്ന്. ആര്? നമ്മുടെ കാഞ്ചന. ഇപ്പൊ പുറപ്പെട്ട മോദി നമ്മുടെ വീട്ടില് അറിയാലോ. നിന്നെ കാത്ത് ഐശ്വര്യ അവിടെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് വാ.
കരയല്ലേ? കരയുടെ ഇപ്പൊ എന്താ കാര്യം? പോയ മുന്നേ തിരിച്ചു കിട്ടുവോ? രമേശ് ചേട്ടാ, നിങ്ങളുടെ കൈ പൊടി ചോര പൊടിയുന്നുണ്ടല്ലോ. അന്നേ നമ്മൾ അന്നോട് പറഞ്ഞല്ലേ നെഞ്ചത്തെ കൈ വെച്ചത് സൂക്ഷിക്കണോന്ന്. എന്റെ റബ്ബേ, മൈമൂന ഗൾഫിൽ നിന്ന് വരുമ്പോ മോളോട് നമ്മൾ എന്താ പറയും? നിനക്ക് ശാപമില്ലേ? പാവം ഉമ്മയാ. ഇന്നലെ എല്ലാവരുടെ മുമ്പിൽ എന്തുമായിരുന്നു? അന്ന് വിളഞ്ഞ് തിളങ്ങുമല്ലായിരുന്നോ? മോളെ, നമുക്കൊന്നുകൂടി പോയി ആ റോട്ടിൽ മേല് നോക്കാം. പടച്ച റബ്ബേ, 5 നേരം തെറ്റാതെ നമ്മളെ നിസ്കരിക്കുന്നില്ലേ? ഒക്കെ നീയായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ? അല്ലേലും ഏട്ടൻ പറയുന്നുണ്ട് ഇതൊക്കെ ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. അല്ല രമേശ് ചേട്ടാ, രാവിലത്തെ കടന്നാ കൊച്ചടങ്ങിന് നിങ്ങൾ കൂടിയതാ? സത്യം പറയാലോ, പെണ്ണിന്റെ തൊന്നിലിട്ട് സമയത്ത് എന്റെ കണ്ണ് ഇവന്റെ കഴുത്തിലായിരുന്നു. അതുകൊണ്ട് എന്റെ പെണ്ണിന്റെ കല്യാണം മനസ്സമാനത്തോടെ കാണാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. രമേശ, നമ്മളെ മനസ്സ് പറയുന്നു അതാ റോഡിൽ മേലോ ചെളിയിലോ തെളിച്ച് കിടക്കുന്നുണ്ടാവും. കാരണവന്മാര് കാത്തതാ. അതുകൊണ്ടാ രണ്ടും കൂടെ ചെളി വെള്ളം കൊണ്ട് തെറിച്ച് വീണത്. ഇരുമ്പ് കയറ്റി വന്ന ലോറിയല്ലേ, അതിനിടയിലങ്ങോട്ട് പെട്ടു പോയിരുന്നെങ്കിലാ അവിടുത്തെ 10 ലക്ഷം ഇവിടെ കെട്ടേണ്ടി വന്നേനെ. ഇതിനു വേണ്ടിയാണോ നീ എന്റെ അച്ഛന്റെ പിന്നാലെ ചായ വാങ്ങാൻ നടന്നത്? നിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഇപ്പഴേ എന്റെ അച്ഛൻ ഇങ്ങനെ കരയണം ഞാൻ കാണുന്നത്. അച്ഛാ, കരയില്ലച്ചാ, 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 കരയില്ലച്ചാ. 2 മിനിറ്റ് പോവരുത്. എന്തിനു കൊടുത്തു? ഇതൊരു ചില്ലറ പണത്തിന് കാര്യം. അവിടെ ഉപ്പ ഇരിക്കുന്നത് കണ്ടോ? 10,000 10,000 അല്ല, 3 ലക്ഷത്തിന്റെ കാര്യമാ. ഐഷുമ്മ, ഇതെന്റെ വീടാ. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ വീട്. ഇത് വിറ്റിട്ടായാലും ഐഷുമാന്റെ പൊന്നിന്റെ പണം ഞാൻ തന്നു. ഇത് എന്റെ ഉറപ്പാ. പറയല്ലേ, നിങ്ങൾ ഈ വീട് വെക്കണ്ട, ഞാൻ മേടിച്ചോളാം. എനിക്കും എന്റെ മകൾക്കും ഈ വീട്ടിൽ നല്ല കാര്യമാണ്. ഈ വീട് എത്രയാണെന്ന് പറയാം. കൊല്ലം 1158, കർക്കിടകം 30, 2012 ഫെബ്രുവരി 28. കൊയിലാണ്ടി താലൂക്ക് ചെങ്ങോട്ടുകാവിൽ വില്ലേജ് ഇടക്കുളം വംശം ദേശം രാമൻ എന്നിവരുടെ മകൻ രമേശൻ കൊല്ലപ്പണി. ആനമലയിൽ വേലായുധം സന്ദേശം തങ്കമേട്ട അപ്പച്ചാവി മകൻ മണികണ്ഠൻ എഴുതി കൊടുക്കുന്ന ജന്മതീരാധാരം. വരവ് കണ്ടിട്ട് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നണല്ലോ. വേറൊന്നും ചോദിച്ചില്ലല്ലോ രമേശ് ചേട്ടാ. ഒരിത്തിരി വെള്ളല്ലേ? അപ്പൊ ഇതിന്റെ തൊള്ളയിലേക്ക് കേട്ടാ മതി. നമ്മൾ എത്ര വെള്ളം കൊടുത്തതാ? മണികണ്ഠനല്ലേ, പൊടികണ്ഠൻ. നമ്മളത് വിറ്റതല്ലേ, പിന്നെ അയാളുടെ അല്ലേ ആ വെള്ളവും മണ്ണും എല്ലാം. പിന്നെ എന്തിനാ നീ വെറുതെ അയാളുടെ വായിരിക്കുന്നായിരുന്നേ? നമുക്ക് കുറെ വെള്ളം തന്നെ കിണറല്ലേ രമേശ് ചേട്ടാ? പൂതി തോന്നിട്ട് പോയതാ. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലെ വേർപ്പ മാനത്ത് മഴയെ പെയ്യുന്നേന്ന്. ഇതാ ഒരു കുടം വെള്ളം. പിന്നെ അച്ഛനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ വെള്ളം എടുത്ത് അങ്ങോട്ട് വരണ്ട. കിണറ്റിലെ വെള്ളം കുറവാണ് രമേശ് ചേട്ടാ. അയ്യോ, മഴ വരുന്നുണ്ട് തോന്നുന്നു. ഈ ചിന്നോട്ടിക്ക് പേടിയാണോ? അച്ഛാ, അച്ഛാ. അങ്ങോട്ട് പെയ്തോ? അങ്ങനെ കെട്ടിക്കിടക്കണ്ട, കെട്ടിക്കിടന്ന് കനം കൂട്ടണ്ട. എന്താ എന്താ ഇഷുമ? മഞ്ഞാമുളക് കെട്ടിപ്പിടിക്കട്ടെ. എന്താ മൈമൂന ഗൾഫിൽ നിന്ന് വന്ന് എന്നിട്ട് നിങ്ങള് ഓളോട് പൊന്നിന്റെ കാര്യം പറഞ്ഞോ? ഓൾ എന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ പിന്നാലെ വന്ന് നമ്മളെ പേടിച്ച് നമ്മുടെ പുരേന്ന് വന്ന്. എന്താ നമ്മൾ ഈ
നമ്മൾ പറഞ്ഞത് സത്യോ? അനുര